ഇപ്പോൾ മണ്ണുത്തിയിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ ഞാനൊന്ന് പ്രേക്ഷകരെ കാണിക്കാം. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ മുരിങ്ങൂർ പ്രദേശത്ത് വൻ ഗതാഗതക്കുരുക്കാണ്. ദേശീയപാത നിർമ്മാണത്തിലെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ചെളിക്കുഴിയിൽ കുത്തിയിരുന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ പ്രതിഷേധമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ അവിടെ മഴ അല്പം തോന്നിയിട്ടുണ്ടോ? മഴ അതിന് കീഴിലാണ് ഇരിക്കുന്നത്. ചെളിക്കുഴിയിലാണോ MLA ഇരിക്കുന്നത്? മഴ ഇപ്പോൾ ശക്തമായി തുടരുക തന്നെയാണ്. നാം നേരത്തെ കാണിച്ചപ്പോൾ നമുക്ക് ഒരു പ്രശ്നം മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ആംബുലൻസ് പോകുന്നതിൻ്റെ ദൃശ്യമാണ്. ഗതാഗതക്കുരുക്കിലൂടെ ഏറെ പണിപ്പെട്ടാണ് ആംബുലൻസ് ഉൾപ്പെടെയുള്ളവ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ദുരവസ്ഥ എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. അത്രയേറെ പ്രതിസന്ധി കഴിഞ്ഞ കുറേ നാളുകളായി ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർ അനുഭവിച്ചു വരികയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ കരാറുകാരോട് പറഞ്ഞാൽ യാതൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് MLAയുടെ പരാതി. MLA ഇപ്പോൾ മഴയത്ത് ചെളിയിലിരുന്നു കൊണ്ടുള്ള പ്രതിഷേധമാണ്. എന്താണ് ഇത്തരമൊരു പ്രതിഷേധത്തിന് കാരണം? കഴിഞ്ഞ 6 മാസക്കാലമായി ചാലക്കുടിയിലെ ജനങ്ങളെ ബന്ദിയാക്കിയിരിക്കുകയാണ്. ദേശീയപാത അതോറിറ്റി നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 3 അടിപ്പാതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലുമുള്ള നടപടികൾ അവരുടെ ഭാഗത്തുണ്ടാവില്ല. നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ജനങ്ങൾക്ക് റോഡിലിറങ്ങി നടക്കാൻ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ടോൾ കൊടുത്തു പോകുന്ന വാഹനങ്ങളാണ്. ഇതൊരു ജനങ്ങളെ ബന്ദിയാക്കി, ജനങ്ങളെ അപകടത്തിൽപ്പെടുത്തി, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. കുഴികൾ മൂടിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല. അല്ല, ഞങ്ങൾ നിരവധി തവണ കളക്ടർ അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഈ സർവീസ് റോഡുകളെങ്കിലും നിങ്ങളൊന്ന് ശരിയാക്കുക എന്ന് പറഞ്ഞതാണ്. 3 മണിക്കൂറാണ് ദിവസം. മുഖ്യമന്ത്രിക്ക് പോലും വഴിമാറി പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ റോഡിലൂടെ പോകാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒന്ന് ട്രെയിനിലാണ് പോയത്, അത് യാഥാർത്ഥ്യമാണ്. അതെ, ഇവിടെ ഞങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക്, ചാലക്കുടിയിലെ ജനങ്ങൾക്ക്, ഇവിടുത്തെ കച്ചവടക്കാർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇവിടെ കച്ചവട സ്ഥാപനമൊക്കെ പൂട്ടിക്കിടക്കുകയാണ്. ആളുകൾക്ക് ജോലി ചെയ്യാൻ പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഏതായാലും അരുൺകുമാർ, അതിശക്തമായ സമരം, ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്, തർക്കമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 മണിക്കൂർ കയ്യിൽ വെച്ച് മാത്രമേ ഈ പ്രദേശത്തോട് യാത്ര ചെയ്യാൻ കഴിയൂ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു ജെയ്സൺ. അപ്പോൾ ഈ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ജെയ്സൺ നേരത്തെ അവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇത്തരം കുഴികൾ അടയ്ക്കാതെ ഇങ്ങനെ റോഡിൽ പലയിടത്തും ഗതാഗതക്കുരുക്കാണ്. പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്കും മണ്ണുത്തിയിൽ നിന്ന് എറണാകുളത്തേക്കും ഒക്കെ വരുന്ന യാത്രക്കാർ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. മണിക്കൂറുകൾ ചിലപ്പോൾ അവർ ട്രാഫിക് ജാമിൽ കുരുങ്ങുന്ന അവസ്ഥയുണ്ട്. അരമണിക്കൂർ, 40 മിനിറ്റ്, 45 മിനിറ്റ് എങ്ങനെയായാലും വൈകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്, പ്രത്യേകിച്ച് തിരക്കുള്ള സമയങ്ങളിൽ.